ബീഹാറിൽ മുഖ്യമന്ത്രിയെ നിതീഷ് കുമാർ തുടരും. വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. ബി.ജെ.പിയിൽ നിന്നും 16 പേരും ജെ.ഡി.യുവിൽ നിന്ന് 14 പേരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 3 മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. ആഭ്യന്തരമന്ത്രിയടക്കം സുപ്രധാന വകുപ്പുകൾ വേണമെന്ന നിലപാടിലാണ് ബി.ജെ.പി ഉള്ളത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 20-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും NDAയുടെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. മന്ത്രിസഭയുടെ രാജി അല്പസമയം മുമ്പ് രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സമർപ്പിച്ചു. ജനതാദൾ യുണൈറ്റഡിന്റെ നിയമസഭാ കക്ഷിയോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് പട്നയിൽ ചേരും. നേതാവായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുക്കും. ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷിയോഗം നാളെ പട്നയിൽ ചേരും. ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ട് ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ബീഹാറിലെത്തും. പുതിയ മന്ത്രിസഭയിൽ 35 മുതൽ 36 വരെ മന്ത്രിമാരുണ്ടാകുമെന്ന് HAM നേതാവും കേന്ദ്രമന്ത്രിയുമായ ജിതൻ റാം മാഞ്ചി പറഞ്ഞു. ബി.ജെ.പിക്ക് 16, ജനതാദൾ യുണൈറ്റഡിന് മുഖ്യമന്ത്രി അടക്കം 15 വരെ മന്ത്രിമാർ, LJPക്ക് 3 മന്ത്രിമാർ, HAMനും RLPക്കും ഓരോ മന്ത്രിമാരുമായിരിക്കും സർക്കാരിലുണ്ടാകുക എന്നാണ് അറിയുന്നത്. कितने मंत्री बन रहे हैं उसका नाम तो आ ही रहा है कि 35-36 मंत्री बनेंगे. उसमें 15-16 भाजपा के होंगे, 14-15 होंगे इनका JDU के, और 3 होंगे लोजपा के, और एक होंगे हिंदुस्तानी अवाम मोर्चा सेकुलर के और लोजपा के. 6 MLA-മാർക്ക് ഒരു മന്ത്രി എന്നുള്ളൊരു ഫോർമുലയാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി 16 വരെ മന്ത്രിമാർ വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് മാറുന്നത്. ഇക്കാര്യത്തിൽ പിന്നീട് ചേരുന്ന NDAയുടെ നിയമസഭാ കക്ഷി യോഗമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ബി.ജെ.പിയുടെ യോഗത്തിന് ശേഷം ചേരുന്ന NDA യോഗത്തിലായിരിക്കും നിതീഷ് കുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സർക്കാർ ഉണ്ടാക്കുന്നതിന് അവകാശവാദം ഉന്നയിക്കും. ചിരാഗ് പാസ്വാന്റെ LJP ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് NDAയ്ക്ക് ഒരു ഉപമുഖ്യമന്ത്രി എന്നുള്ള നിലപാടാണുള്ളത്. അതേസമയം LJPയും അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അത് പിന്നീട് ചർച്ച ചെയ്തേക്കും. ചിരാഗ് പാസ്വാൻ ആയിരിക്കുമോ ഉപമുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.